ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്. കുറച്ച് ദിവസമായിരുന്നു നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇത് വേറെ ഒന്നുമല്ല, നമ്മളൊരു യാത്ര പോവാണ്. വേറെ എവിടെയല്ല, നമ്മുടെ പൊന്മുടിയിൽ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പം എൻ്റെ മേക്കപ്പ് കുറച്ച് കൂടിപ്പോയെന്ന് പറഞ്ഞ് എൻ്റെ ഏട്ടായി അതൊക്കെ തുടച്ച് കറക്റ്റാക്കി തരുന്നതാണ് കാണുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് മാത്രമല്ല, അതിൻ്റെ പുറകിൽ വേറെ ചില കഥകളൊക്കെ ഉണ്ട്. ഞാനും ഏട്ടായിയുമായിട്ട് കുറച്ച് ആടിയും വഴക്കും മീൻസ് ചെറിയൊരു പിണക്കത്തിലായിരുന്നു. അതിൻ്റെ കോംപ്രമൈസ് എന്ന രീതിയിലാണ് എന്നെ പൊന്മുടി കൊണ്ടുപോകാൻ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മുടെ ദുവിയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. അവനാണെങ്കിൽ ഉറക്കത്തിൽ തന്നെയാണ് അവനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത്. ഞാൻ ഒന്നും അറിഞ്ഞില്ല. അവസാനം നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോഴാണ് അവനെ എടുത്തതാ അവിടോട്ട് ഇരുത്തിയപ്പോൾ മൊത്തം ഇരുന്ന് ഉറക്കം തൂങ്ങുവാണ്. ഇരുന്നുകൊണ്ടൊക്കെ ഉറങ്ങുവാണ്. അവനൊന്നും മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവാത്ത രീതിയിലാണ് അവൻ ഇരിക്കുന്നത്. പിന്നെ കുറച്ചായിട്ട് ഓണായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അന്ന് തന്നെ ആയിരുന്നു നമുക്ക് പോളിയോ കൊടുക്കേണ്ട ദിവസം. നമ്മൾ അങ്ങോട്ട് പോകണ വഴിക്ക് നമ്മുടെ ആമച്ചൽ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് അവന് പോളിയോ ഒക്കെ കൊടുത്തത്. അപ്പോൾ പോളിയോ കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞ സ്വന്തമായിട്ട് ഉണ്ണിയുടെ വീഡിയോ ആണ് എടുത്തു വെച്ചത്. അതാണ് അത് വീഡിയോ ഇടാത്തത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നേരെ നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് ഞാൻ ഫ്രൈഡ് റൈസും ഉണ്ണി ബിരിയാണി എന്തോ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് യാത്ര തുടർന്നു. പിന്നെ നമ്മൾ വണ്ടിയിലുള്ള കുറച്ച് വീഡിയോസാണ് ഇനി ഉള്ളത്. അങ്ങനെ ദുരിയെ ഞാനാണെങ്കിൽ വിളിക്കുകയാണ്. അവനാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവസാനം അവൻ നോക്കി. മഴയൊക്കെ ഉള്ളതുകൊണ്ട് അവനത് തൊപ്പിയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പോണത്. പിന്നെ നമ്മൾ അച്ചു വരുന്നുണ്ടായിരുന്നേ. ഇപ്പം അച്ചുവിന് വേണ്ടി കുറച്ച് നേരം റോഡിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അച്ഛനും മോനും കൂടെ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ, അഭ്യാസ പ്രകടനങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ പിന്നെ അവരും വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും യാത്ര തുടർന്ന്. ദിവ്യാണെങ്കിൽ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുവാണ്. ഇപ്പോൾ ഉറങ്ങും എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അവനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളങ്ങോട്ട് പോവുകയാണ്. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്രയുള്ളൂ പൊന്മുടിയിലോട്ട്. അപ്പോൾ പോണ വഴിക്ക് കുറേ ആൾക്കാർ നമ്മൾ അങ്ങോട്ട് പോകണുണ്ട്. അപ്പോൾ പോണ വഴിക്ക് തന്നെ നമുക്ക് കുറേ മലകളും കാണുന്ന അതിലേതോ ആണ് പൊന്മുടി കേട്ടോ, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ഹെയർ പിന്നൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിച്ച് അപ്പം തന്നെ നമ്മൾ യാത്രയിൽ വണ്ടിയിൽ വന്നതല്ലേ, എനിക്കാണെങ്കിൽ ഒരുമാതിരി വൊമിറ്റ് ചെയ്യുന്നോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ വൊമിറ്റ് ചെയ്തില്ല. ഞാൻ കരുതി വൊമിറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ചെയ്തില്ല. ഈ ഹെയർ പിന്നും കൂടെ കയറിയപ്പം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയിരുന്നേ. നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പം നല്ല വെയിൽ. മലയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഒട്ടും കോടയൊന്നും കാണുന്നില്ല. നല്ല വെയിൽ. നമ്മൾ കരുതി ദൈവമേ നമ്മൾ ഇത്രയും മെനക്കെട്ട് വന്നത് ഇതായിപ്പോയി. നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒക്കെ നല്ല ദുവിയുടെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ മറ്റേ ഇൻസ്റ്റയിലൊക്കെ നോക്കി, പൊന്മുടിയുടെ പേജിലൊക്കെ നോക്കി. ഇപ്പം ക്ലൈമറ്റ് നല്ലതാണെന്നാണ് കാണിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ മുട്ട വെയിൽ. നമ്മൾ പെട്ടുപോയി. വെയിലത്ത് വന്നിട്ട് എന്ത് കാണാനാണ് വന്നതെന്ന് ഉള്ളൊരവസ്ഥയായിപ്പോയി. അങ്ങനെ പിന്നെ നമ്മൾ ഏറ്റവും മുകളിൽ കയറി വണ്ടിയൊക്കെ പറക്കിയിട്ട് അച്ചു ഉണ്ണിയും കൂടെ ഫ്രണ്ടിൽ നടന്ന് ഞങ്ങൾ പുറകെ നടന്ന്. അങ്ങനെ അവിടെ വന്നപ്പോൾ ഒട്ടും കോടയില്ലായിരുന്നേ. മഴയില്ല, വെയിലുമില്ല, എങ്കിലും ഒരു തെളിഞ്ഞ ഇതായിരുന്നേ. പിന്നെ ദുവിയെ റോഡിൽ ഇറക്കി വിട്ടു. അങ്ങനെ ദുവിയെ അവർ കൈപിടിച്ച് നടത്തിക്കൊണ്ട് വരുന്നതാണ് കാണുന്നത്. അവനാണെങ്കിൽ പിന്നെ ഇറക്കി വിട്ടാൽ മതിയല്ലോ, വേറെ ഒന്നും വേണ്ട. അവനവിടെ പൊന്മുടി എത്തുന്നവരെ നല്ല ഉറക്കമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഉണർന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. എങ്ങോട്ടോ നടക്കുന്നു. അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കോട പ്രതീക്ഷിച്ച് വന്നതായിരിക്കും. പക്ഷേ ഇവിടെ കോട പോയിട്ടൊരു കോടക്കുഞ്ഞു പോലും ഇല്ല. അങ്ങനെ അവരാണെങ്കിൽ ഫോണോ താക്കോലോ എന്തോ മറന്നു വെച്ച് വണ്ടിയിൽ. അങ്ങനെ അവരെ എടുക്കാൻ പോയപ്പോൾ ഞങ്ങളാണെങ്കിൽ ദുവിയും ഞാനും അവളുമായിട്ട് അവിടെ ഇരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടെ എവിടുന്നോ കാറ്റടിച്ചപ്പോൾ കുറച്ചായിട്ട് കോട ഇങ്ങോട്ട് വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് മനസ്സിനൊരിതായി, കുറച്ചെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നൊരാശ്വാസം ഞങ്ങൾക്ക് കിട്ടി. ഇനിയിപ്പം കുറച്ചും കൂടെ നേരം വൈകുമ്പോൾ കുറേ കൂടെ വരുമെന്നൊരു പ്രതീക്ഷയായി. അപ്പോഴും നമുക്ക് ചെറുതായിട്ടൊന്ന് മഴ ചാറിയാലും കോട നല്ലോണം ഇറങ്ങും നമുക്കറിയാതെ. അപ്പോൾ കാറ്റിങ്ങനെ അവിടെ നിന്ന് അടിക്കും തോറും നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടക്കുന്ന വണ്ടി ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാറ്റടിച്ചിങ്ങനെ റൗണ്ട് അടിച്ച് പോകുമായിരുന്നു. നമുക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കാൻ അറിയാൻ പറ്റും. പിന്നെ ദുവിയാണെങ്കിൽ അവിടെ ഇരുന്ന് കല്ല മണ്ണ എന്തൊക്കെയാണ് പറയും കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വരും പോകും അങ്ങനെ ഒരു ഇതിലാണ് നിന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അവനെ എടുത്ത് മടിയിൽ വെച്ച് കണ്ട, ഞാൻ പറഞ്ഞില്ലേ നല്ല പോലെ അവിടെ നിന്ന് ഒന്ന് വണ്ടി കിടക്കുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പോയിട്ട് വന്നപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു.
അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം അതങ്ങ് പോയി. വീണ്ടും കാറ്റടിച്ച് റൗണ്ട് അടിച്ച് പിന്നെയും കോട അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി അപ്പുറത്തെ മലയിലോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അവിടെ നിന്ന് അപ്പം എൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത് തരാൻ പറഞ്ഞപ്പം ഉണ്ണി എടുത്ത് തന്നെയാണ്, എന്തൊക്കെയോ എടുക്കുന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ ദുവിക്ക് ഇങ്ങനെ കൂടെ ഇങ്ങനെ വന്നപ്പം ഇനി മഞ്ഞെങ്ങാനും അടിച്ച് തണുപ്പ് പറ്റണ്ടെന്ന് കരുതി ഞാൻ ടവലിട്ട് അവൻ്റെ തലയിൽ കൊടുക്കുവാണ്. അവനാണെങ്കിൽ അതൊക്കെ ദൂരെ വലിച്ചെറിഞ്ഞ്. പിന്നെ തൊപ്പി തന്നെ കെട്ടിക്കൊടുത്ത്. പിന്നെ അവനാണെങ്കിൽ അവിടെ കിടന്ന് മറിയുക. ഇങ്ങനെ കല്ലും മണ്ണായിട്ട് ഇതായിട്ട് കിടക്കുന്നതുകൊണ്ട് അവന് നല്ലോണം അങ്ങോട്ട് നടക്കാനും പറ്റുന്നില്ല. ഒരു കാലെടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് താഴെ കിടക്കും. അങ്ങനൊരു അവസ്ഥയായിരുന്നേ. പിന്നെ അവനെ ഉണ്ണി എടുത്തെന്ന് തോന്നി. എനിക്ക് തന്നെ നടക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പിന്നെ ഉണ്ണിയല്ല ടച്ചുമാണ് അവനെ എടുത്തത്. കണ്ട തോളി വെച്ച് നടക്കുന്നത്. അങ്ങനെ നമ്മളിതാ താഴോട്ടാണ് പോകുന്നത്. അപ്പുറത്ത് ആ മുകളിൽ കാണുന്നുണ്ട ആ മലയിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പം നല്ല താഴോട്ടിറങ്ങിയിട്ടാണ് വീണ്ടും മുകളിലോട്ട് കയറേണ്ടത്. അപ്പം താഴോട്ടിറങ്ങി അവിടെ എന്തോ ചെറിയൊരു അരുവി പോലെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണാമെന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവരെല്ലാം മുന്നേ പോയി, ഞാനാണ് ഏറ്റവും പുറകിൽ തന്നെ. അങ്ങനെ നമ്മൾ നടന്നു വരുന്നത് ചെറിയൊരു വെള്ളം, ചെറിയൊരു അരുവി എന്നൊന്നും പറയാനില്ല, ചെറിയൊരു സംഭവം. അങ്ങനെ നടന്ന് അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് അതിൽ കൂടെ ഇറങ്ങി അങ്ങ് ഇതിൻ്റെ എൻഡിൽ വരെ പോകാമെന്ന് പറഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പിന്നെ ഇറങ്ങിയത്. അതാണെങ്കിൽ എനിക്കും അവർക്കും കുറച്ച് ടാസ്ക്കായിരുന്നു നടക്കാനായിട്ട്. അവർക്ക് പിന്നെ ഇതൊക്കെ എന്ത് സംഭവം എന്ന് പറഞ്ഞാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. അവർ 3 പേരും ആദ്യം പോയി. ഞാൻ മാത്രമാണ് ഏറ്റവും പുറകിൽ വന്നുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് വീഡിയോ എടുക്കണം, പിന്നെ നടക്കുകയും വേണം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ആരെങ്കിലും വന്ന് കൈ പിടിക്കും. കുറച്ച് പാടുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാനായിട്ട് ആരെങ്കിലും വന്ന് കൈ പിടിക്കും, ഇറങ്ങും. അങ്ങനെ തന്നെയാണ് നമ്മൾ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ല കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. നല്ല സൂപ്പർ തണുപ്പുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി അതുവഴി പിന്നെ തിരിച്ച് മുകളിൽ കയറാതെ വഴിയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എങ്കിലെന്തായാലും ഇവിടെ ഇതുവരെ വന്നതല്ലേ, അത് മൊത്തം കണ്ടിട്ട് നമുക്ക് ഇതുവഴി നേരെ അങ്ങ് മുകളിൽ കയറാമെന്ന് കരുതിയാണ് ഞങ്ങളും പോയത്. അപ്പോൾ നോക്കിയപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. നല്ല കാട് പിടിച്ച് കിടക്കുന്ന. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വേണം പോകാനായിട്ട്. അവർ രണ്ടുപേരും ഫ്രണ്ടേ പോയി, ഞാനും അവളും മാത്രമാണ് പുറയിൽ. അവളും എൻ്റെ ഫ്രണ്ടേ പോയി, ഞാനാണ് ഏറ്റവും ബാക്കിൽ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ ചെരുപ്പ് ഒഴുകിപ്പോയി. ഞാൻ അതാണ് ഫോണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത്. അതിൻ്റെ ചെരുപ്പാണെങ്കിൽ ഒരു വല്ലാത്ത ചെരുപ്പാട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ഇതില്ല, ഒരുമാതിരി റബ്ബറിൻ്റെ ചെരുപ്പാണ്. അപ്പോൾ കാല് നമ്മൾ എടുത്ത് കുത്തുമ്പോൾ നമ്മുടെ കാല് പകുതി ഫ്രണ്ടിൽ കൂടെ വെള്ളോട്ട് വരും. അങ്ങനെ ഒരു പാടുണ്ടായിരുന്നു ചെരുപ്പ് കൊണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലോണം നടക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെരുപ്പിനെ തിരിച്ച് കിട്ടി എനിക്ക്. പിന്നെ നോക്ക്, ഇതാണ് അവസ്ഥ. അതാണ്ട് ഇതൊക്കെ മാറ്റി തള്ളിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. ദുവി പിന്നെ അവരുടെ കയ്യിൽ സേഫ് ആയതുകൊണ്ട് എനിക്ക് അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ. ദുവിയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ കരയും, എന്നെ കാണാതിരിക്കുമ്പോൾ വിഷയമില്ലാത്ത രീതിയിലായിരുന്നു. അങ്ങനെ പതുക്കെ എല്ലാം തട്ടി മാറ്റിയിട്ട് നടന്ന് ഒരു വിധത്തിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് നീങ്ങി. കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കിയപ്പോൾ പിന്നെയും ഇതുപോലെ തന്നെ കുറേ കമ്പും കുറേ ചെടികളൊക്കെ വളർന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ ഈ പുല്ല് കണ്ട, ആ പുല്ല് കൈ മുറിയുന്നതാണ്, ദേഹം മുറിയുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അവരവിടെ പോയി റെസ്റ്റ് എടുക്കുന്നു. കുറേ നേരമേ അവർ വന്നിട്ട്. ദുവിയെ കല്ലിൻ്റെ പുറത്ത് ചാരി നിർത്തിയിരിക്കണേ. അവന് വെള്ളം ഇഷ്ടമാണ്, എങ്കിലും ഒരുമാതിരി ഒരു ഇരുട്ട് അങ്ങനത്തെയൊക്കെ സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതുവഴി ഞങ്ങൾക്ക് മുകളിലോട്ട് കയറി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടും കൂടെ പറഞ്ഞ് താഴെ പോയിട്ട് നമുക്ക് ഏറ്റവും മുകളിലോട്ട് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ വാക്കും വിശ്വസിച്ച് ഞങ്ങളും ഇറങ്ങി. അപ്പം ദുവിയം കൊണ്ട് റിസ്ക്കാണ് ഇതുവഴിയൊക്കെ പോണേ അറിയാം. എങ്കിലും ഉണ്ണിയും അച്ചും ഉണ്ടല്ലോ, അവർ നോക്കിക്കോളും. ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോകും തോറും വഴിയൊക്കെ കുറച്ച് നല്ല റിസ്ക്കായിട്ട് വരുന്നുണ്ടായിരുന്നേ. കാരണം നല്ല താഴോട്ട് ഇറക്കമാണ് അങ്ങോട്ട്. നമ്മൾ ഇത്രയും നേരം സ്ട്രെയിറ്റ് ആയിട്ടാണ് നടന്നത്, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നല്ല കുത്തനെ ഇറക്കമാണ്. അപ്പം കണ്ട, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വെള്ളച്ചാട്ടം, ആ ഒരു സെറ്റപ്പൊക്കെയാണ്. അപ്പം നമ്മൾ നിന്നപ്പോൾ തന്നെ അവിടെ ആണെങ്കിൽ വേറെ കുറച്ച് പിള്ളേരും കൂടെ നിൽപ്പുണ്ടായിരുന്നേ. ഇതുപോലെ തന്നെ അവരും താഴോട്ട് പോകാമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ കുറച്ചിറങ്ങി ചെന്നപ്പം നല്ല കുത്തനെ ഇറക്കമായി. കുറച്ച് റിസ്ക് എടുത്താൽ ഇറങ്ങാം. അപ്പം അവിടെ നിന്ന് വേറെ കുറച്ച് പിള്ളേർ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം എന്തായാലും കഷ്ടപ്പെട്ട് ഇത്ര ഇറങ്ങി. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചാൽ കയറാമെന്ന് വിചാരിച്ച് നമ്മൾ മുകളിലോട്ട് കയറാൻ തീരുമാനിച്ചു. അപ്പോൾ അച്ചു അവളും കൂടെ താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കി സ്ഥലം വല്ലതും ഉണ്ടോയെന്ന്. അപ്പം അവിടെ ക്ലോസ് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുകളിൽ നിന്ന് അവർ പോയി നോക്കിയിട്ട് വന്നേ. അങ്ങനെ നമ്മൾ തിരിച്ച് മുകളിലോട്ട് കയറിയപ്പോൾ ഉള്ള
കാഴ്ചയാണ് ഗൈസ് ഇത്. നമ്മൾ പോയപ്പം എങ്ങനെയായിരുന്നെന്ന് ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നമ്മൾ ചെന്നപ്പോൾ മൊത്തം കോടയായിരുന്നു. അതുമല്ല നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇരുട്ടിൻ്റെ ഇടയ്ക്കൊന്ന് പുറത്തോട്ട് ചെന്നപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതാ എന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. സൂപ്പറായിട്ട് മഴ പെയ്ത് ഞങ്ങൾ 4 പേരും നനഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല 5 ദുവിയുടെ കുട്ടി ദുവി ഉൾപ്പെടെ നല്ല പോലെ നനഞ്ഞു. കാരണം നമ്മുടെ കുടയൊന്നുമില്ല, കുടയൊന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു. വേറെ റെയിൻകോട്ടും ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. റെയിൻകോട്ട് ഉണ്ട്, പക്ഷെ വണ്ടിയിലിരിക്കുമായിരുന്നേ. പിന്നെ നമ്മളാണെങ്കിൽ അവിടെ ഒരുപാട് നേരം നിന്നില്ലേ, കാരണം മഴ പെയ്യുന്നു. ദുവിയും കയ്യിലുണ്ട്. നമുക്ക് കുഴപ്പമില്ല, ദുവിക്ക് മഴ കൊണ്ടാൽ പനി വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നേ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് മേളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. മുകളിലൊരു വെയിറ്റിംഗ് ഷെഡ്, മറ്റേ ബസ്സിൻ്റെ വെയിറ്റിംഗ് ഷെഡില്ലേ, അവിടെ കയറി നമ്മൾ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ നോക്കിയാൽ നല്ല മഴ, എല്ലാവരും നല്ല നനഞ്ഞ് കുളിച്ചിരിക്കുവാണ്. ഞാനെങ്കിൽ ചെറുതായിട്ട് മഴയൊന്ന് തോന്നേ, ചെറുതായിട്ടല്ല നല്ലപോലെ മഴയൊന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പം തന്നെ പിന്നെ നമ്മൾ ദുവിക്ക് അവൻ്റെ ഇട്ടിരുന്ന നനഞ്ഞ ഡ്രസ്സെല്ലാം മാറിക്കൊടുത്ത് തലയൊക്കെ തോർത്തി കൊടുത്ത് ജസ്റ്റ് ഒന്ന് അവൻ്റെ തല ഉണക്കാനായിട്ട് നമ്മൾ വണ്ടിയിൽ പോയേ. കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവന് മഴ പെയ്യുമല്ലോ എന്നറിയത്തില്ല, വേറെ ഡ്രസ്സൊന്നുമില്ല, അവനൊരു ഡ്രസ്സ് എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടുള്ളായിരുന്നേ. അപ്പം കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അതാണ് അവനെ ഡ്രസ്സില്ലാതെ കാണുന്നത്. അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ട് പോകണ വഴിക്ക് നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ആയിരുന്നേ. നമ്മൾ അങ്ങോട്ട് പോയപ്പം ഇങ്ങനത്തെ ഒരു വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല, നല്ല വെയിലായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് ആ മലയുടെ മണ്ടയ്ക്ക് മൂടി കിടക്കുന്നതൊക്കെ കോടയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അവിടെ പൊന്മുടിയിൽ പോയവർക്കൊക്കെ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ കുറച്ച് താഴോട്ട് ചെന്നിട്ട് ചായ വല്ലതും കുടിക്കാമെന്ന് കരുതി. തണുത്തിരിക്കുമല്ലേ, കുറച്ചൊന്ന് ചൂടാക്കാമെന്ന് കരുതി. അപ്പോൾ ഉണ്ണി പറഞ്ഞ് ഇവിടുന്ന് അകത്തോട്ട് പോയാൽ നല്ല ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് അവിടെയും കൂടെ പോകുന്നത്. അപ്പോൾ ഇതായിരുന്നേ നല്ലൊരു മരം, ഇങ്ങനെ ഒരു കൂണ് നിൽക്കുന്നത് കൂട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു ട്രാവൽസ് കൊണ്ടുവന്ന് നിർത്തി പാട്ടൊക്കെ ഇട്ട്, ഫാമിലി ആയിരുന്നു തോന്നുന്നു, നല്ല വൈബ് ആയിരുന്നേ. അതിന് നമ്മളിത് അവിടെ കുറച്ച് നേരം ഇറങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ നിൽക്കുന്നതൊക്കെ ആണെന്നാണ് തോന്നുന്നത്, ആയിരിക്കും. അപ്പോൾ നമ്മളിത് അവിടെ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ല, ദുവിക്കിതാ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് തൊപ്പിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അതിൻ്റെ അങ്ങേയറ്റം പോയിട്ട് നോക്കാൻ പോവുകയാണ് അവിടെ എന്തുവാണ് ഉള്ളതെന്ന്. അവിടെ നല്ല താഴ്ചയാണ്, ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല, നല്ല ഇതുണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അച്ഛൻ്റെ എന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അച്ഛൻ്റെ മകനുമായിട്ടുള്ള എൻജോയ്മെൻറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ പാട്ടിനനുസരിച്ച് അവർ തുള്ളുമ്പോൾ ഉണ്ണി ഇവിടെ ദുവിയായിട്ടൊന്ന് തുള്ളുന്നുണ്ട്. ദുവിയുടെ മൂടൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. ദുവിക്കൊരു മൂശാട്ട ഉണ്ടായിരുന്നു, ഈ തണുപ്പും ഇതൊക്കെ ആയതുകൊണ്ട്. നമ്മൾ പേടിച്ച് പനി വല്ലതും പിടിക്കുമെന്ന്, പക്ഷെ അവന് കുഴപ്പമില്ല. അവൻ മഞ്ഞും മഴയും എല്ലാമായിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ചായക്കടയിലോട്ടാണ് വന്നിട്ടുണ്ടായത്. ഞാൻ കോഫിയും അവർ ചായയും അങ്ങനെ എന്തോ ആണ് ഇത് ചെയ്തത്. പിന്നെ ഞാൻ ഒരു മാഗിയും കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പഴംപൊരി, ബ്രെഡ് ഓംലെറ്റ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തൊക്കെ കഴിച്ച്. പിന്നെ നമ്മൾ ആ കാട്ടിനകത്തൊക്കെ പോയി നമ്മുടെ എല്ലാവരുടെയും കാലിൽ കുളയട്ട കടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ കുറേയൊക്കെ അവിടെ വെച്ച് ഇളക്കി കളഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് കഴിക്കാൻ വന്നപ്പോൾ ഉണ്ണിയുടെ കാലിലിരുന്നതാണ്, ഉണ്ണിയുടെ കാലിൽ കടിച്ച് വെച്ചിരിക്കുന്നുണ്ട്, കടിച്ച് ബ്ലഡെല്ലാം എടുത്തത്. അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങി വീട്ടിൽ പോന്നിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളേ, ബായ്.